ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഐഫോൺ 15നെ കുറിച്ചുള്ള ഫെസിലിറ്റീസും ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ പറയാൻ നേരെ വീഡിയോ പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ടൈപ്പ് സി പോർട്ടാണ്. അപ്പോൾ അതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ പ്ലേബാക്ക് അപ് ടു 29 ഹവേഴ്സും, പിന്നെ വീഡിയോ പ്ലേബാക്ക് സ്ട്രീംഡ് അപ് ടു 25 ഹവേഴ്സും, ഓഡിയോ പ്ലേബാക്ക് അപ് ടു 95 ഹവേഴ്സും. പിന്നെ അവർ കൊടുത്തത് ഡൈനാമിക് ഐലൻഡ് എല്ലാ മോഡൽസിനും കൊടുത്തിട്ടുണ്ട്. ഇതിന് പറഞ്ഞിരിക്കുന്നത് ഐഫോൺ 15 ആണെങ്കിൽ 6.1 60 HS ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഐഫോൺ 15 പ്ലസ് ആണെങ്കിൽ 6.7 60 HS ആണ് കൊടുത്തിരിക്കുന്നത്. ഐഫോൺ 15 പ്രോ 6.1 120 HS ആൾവേസ് ഓൺ ആണ്. ഐഫോൺ 15 പ്രോ മാക്സ് ആണെങ്കിൽ 6.7 120 HS തന്നെയാണ്, അതും ആൾവേസ് ഓൺ ഡിസ്പ്ലേ. പിന്നെ അവർ കൊടുത്തിരിക്കുന്നത് ടൈറ്റാനിയം മോഡലാണ്. അതായത് ഈ ഒരു അവരിറക്കിയിട്ടുള്ള 14 വരെയുള്ള മോഡൽസിൽ അവർ ഇതുവരെ ഒരു ഇങ്ങനത്തെ ടൈറ്റാനിയം മോഡൽ അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവർ 15 മോഡലിൽ അവർ കൊണ്ടുവരുന്നത് ടൈറ്റാനിയം മോഡൽ. അതായത് ഫോണിൻ്റെ ഒരു പിന്നുള്ള ഭാഗം മൊത്തം ടൈറ്റാനിയം മോഡലായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ കളേഴ്സിലും കിട്ടുന്നതാണ്. ഒരു ടൈറ്റാനിയം 15 പ്രോയിലും 15 പ്രോ മാക്സിലും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണൊരു ഇത്. അവർ അഞ്ചാമത് കൊടുത്തിരിക്കുന്നത് പോർട്രേറ്റ് ഫോക്കസ്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ഫോട്ടോ എടുത്തത്, അതിൽ രണ്ടാളുണ്ട്. അതിൽ ഒരാളെയാണ് അതിലുള്ള ഒരാളെയാണ് അയാൾക്ക് വേണ്ടത്. അപ്പം അയാൾ ആ പോർട്രേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരാളെ മറിച്ചുകൊണ്ട് ഈ ഒരാളെ ഫോക്കസ് ചെയ്യും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് മെയിൻ ക്യാമറ 48 MP ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പിന്നെ അതിൽ ടെലിഫോട്ടോ പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതാണ്. ഒരാൾ ദൂരത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഇത്ര സൂം ചെയ്താലും ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ കൊടുത്തിരിക്കുന്നത് A16 ബയോണിക്, അത് ആപ്പിളിൻ്റെ തന്നെയാണ്. പിന്നെ അതിൽ വേറൊരു ചിപ്പും കൂടി ഉണ്ട്, അൾട്രാ ബാൻഡ് ചിപ്പ് ജനറേഷൻ 2 ആണ്. അപ്പം അത് നമ്മളെ ഫ്രണ്ടിൻ്റെ ആയാലും ഒരു ഐഫോൺ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത് വേണമെങ്കിൽ ട്രാക്ക് ചെയ്തിട്ട് ആ അടുത്തേക്ക് പോകാം. അപ്പോൾ പിന്നെ അതിൽ വേറൊരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്, വോയിസ് ഐസൊലേഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത് സാധാരണ എല്ലാ ഗാലക്സീൻ്റെയും സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ആ സൗണ്ടൊക്കെ നമുക്ക് ഇല്ലാതെ നമുക്ക് അതൊക്കെ കളഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇത് വേറെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 റൗണ്ട് എഡ്ജിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും പിടിക്കാൻ. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂട്ട് ബട്ടണുള്ള ബട്ടൺ മാറ്റിയിട്ട് ഒരു ആക്ഷൻ ബട്ടൺ എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് ലൈറ്റ്, വോയിസ് മെമ്മോ, ഫോക്കസ് അങ്ങനെ